നമ്മുടെ റോഡുകളിൽ സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ, സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം, അതിൽ എത്രയോ പേരുടെ ജീവൻ പൊലിഞ്ഞത്, ഇതൊക്കെ ഒരുപാട് തവണ വാർത്തയായതാണ്. സർക്കാർ, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റും പോലീസുമൊക്കെ ഇവർക്കെതിരെ ഒരുപാട് തവണ നടപടി സ്വീകരിച്ചതുമാണ്. പക്ഷെ അതൊന്നും എവിടെയും അവസാനിക്കുന്നില്ല എന്നതിൻ്റെ അടുത്ത ഉദാഹരണമാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. കോഴിക്കോട് രണ്ടാം ഗേറ്റിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സ്വകാര്യ ബസ്സുകൾ തമ്മിൽ തർക്കമുണ്ടാവുന്നത്. കടുപ്പയിൽ എന്ന ബസ്സും മനിർഷ എന്ന പേരുമുള്ള രണ്ട് ബസ്സുകൾ, അവർ തമ്മിലുണ്ടായത് സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. ഒരു ബസ്സിന് രാവിലെ 10 മണിക്കാണ് എടുക്കേണ്ടതെങ്കിൽ ഇത്തിരി നേരത്തെ ആ ബസ് എടുത്തു എന്നത് ആരോപിച്ചുകൊണ്ടാണ് തർക്കം തുടങ്ങുന്നത്. രണ്ട് ബസ്സുകളും പോവേണ്ടത് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്കുമാണ്. രണ്ടാം ഗേറ്റിൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ബസ്സിന് വെട്ടം വെക്കുകയും ബസ് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നത്. അവിടെ വെച്ച് ചോദ്യം ചെയ്യലായി, വാക്കുതർക്കമായി. ഒടുവിൽ കടുപ്പയിൽ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ, ചെലവൂർ സ്വദേശിയായിട്ടുള്ള മുസ്തഫ, ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്നൊരു കല്ലെടുത്ത് മനിർഷ ബസ്സിൻ്റെ ചില്ലിന് നേരെ എറിഞ്ഞു. ചില്ല് പൂർണ്ണമായും തകർന്നു. എന്നാൽ തകർന്നതൊക്കെ പോട്ടെ, ഏറ്റവും ഗുരുതരമായ കാര്യം അതിൽ യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു യാത്രക്കാരിക്ക് പരിക്കേറ്റു. ആ ബസ്സിന്റെ ഡ്രൈവറായിട്ടുള്ള അഖിൽ രാജിന് പരിക്കേറ്റു. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഒരാഴ്ച മുന്നേ ഇതേമാതിരി ആ വണ്ടി കൊണ്ട് തട്ടിച്ചാണ്. അന്ന് നഗരം പോലീസ് സ്റ്റേഷനിലും പറഞ്ഞു തീർത്തു പോകുന്നതാണ്. അവൻ്റെ സമയത്ത് വരെ, ഞാൻ എൻ്റെ സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ രീതിയിൽ അവരോട് പെരുമാറി. അവർ ഓൾറെഡി ഫസ്റ്റത്തെ പ്രാവശ്യം ദീവാർ ഹോട്ടലിലെ വളവിൽ വെച്ചിട്ട് ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്ന ഇടത്തേപ്പുറത്ത് കൂടെ കയറി വണ്ടിയാണ്. അത് പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ ഒഴിവാക്കി പോകുന്നതാണ്. എന്നതെന്ന് വെച്ചാൽ ഞങ്ങളടുത്തേക്ക് മൂപ്പരോട് വന്ന് നമ്മൾ മൂപ്പരോട് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞിട്ട് മൂപ്പര് കല്ലെടുത്ത് അടിച്ചാൽ ഞാൻ PVS ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്യാൻ കണക്ക് പ്രകാരം 2 മിനിറ്റ് ടൈമാണുള്ളത്. അതിപ്പോൾ 10 മിനിറ്റ് പോരാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. അവിടെ നിന്നൊക്കെയാണ് ഈ പ്രശ്നത്തിന് തുടക്കം വരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ കോഴിക്കോട്ടെ ടൗൺ പോലീസ് എത്തി 2 ബസ്സുകളും കസ്റ്റഡിയിലെടുത്തു. ബസ് ഉടമകളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി, കാര്യം അന്വേഷിച്ചു. എന്നാൽ ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ മനിർഷ ബസ്സിന്റെ ഡ്രൈവറും അതുപോലെ തന്നെ കടുപ്പയിൽ ബസ്സിന്റെ ഡ്രൈവറും നേരത്തെയും വലിയ പ്രശ്നങ്ങൾ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും സമയത്തെ ചൊല്ലി തന്നെയാണ്. ഒരു ഘട്ടത്തിലും അവർക്കത് പറഞ്ഞു പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടും അവിടെ നിന്ന് ഇനി പ്രശ്നമുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടും അവർ ആ പ്രശ്നം പരിഹരിക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ അക്രമത്തിലേക്ക് എത്തി. ഇത് കുറെ കൂടെ വലിയ അപകടമായിരുന്നെങ്കിൽ, ഈ അക്രമം കുറെ കൂടെ ശക്തമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ യാത്രക്കാർക്ക് അത് വലിയ പ്രതിസന്ധിയായി മാറുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും മാതൃകാപരമായ നടപടി തന്നെ ഇതിൽ മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുണ്ട്. ടൗൺ പോലീസ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ഈ കല്ലെറിഞ്ഞ ചെലവൂർ സ്വദേശിയായിട്ടുള്ള മുസ്തഫയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ മുസ്തഫയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. 1 വർഷത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. 1 വർഷം ഇനി ബസ് ഓടിച്ച് വരുമാനം ഉണ്ടാക്കാമെന്ന് ഈ മുസ്തഫ കരുതേണ്ടെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിലൂടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം പോലീസ് 2 കൂട്ടരെയും വിളിച്ചു വരുത്തി അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഉടൻ ശരിയാക്കിയില്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് ഈ ബസ് മുതലാളിമാരോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു മാതൃകാപരമായ നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. പക്ഷേ എത്രയൊക്കെ നടപടികൾ ഉണ്ടായാൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രശ്നം എവിടെയും അവസാനിക്കുന്നില്ല, തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. കോഴിക്കോട് നിന്ന് തന്നെ എത്രയോ മത്സരയോട്ടങ്ങളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്, എത്രയോ അടിപിടിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സമയത്തെ ചൊല്ലിയും സ്കൂൾ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും ബസ് കണ്ടക്ടർമാരും ബസ് മുതലാളിമാരും തമ്മിലുണ്ടാവുന്ന പ്രശ്നവും ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ. പക്ഷെ പലപ്പോഴും ഇതിനൊക്കെ ഇരയാവുന്നത് സാധാരണ മനുഷ്യരാണ് എന്നുള്ളതാണ് കാര്യം. ഇതൊന്നും ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇതിനെതിരെയൊക്കെയുള്ള നടപടികളുമായിട്ട് സർക്കാർ സംവിധാനം, പോലീസ് അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോയാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഇതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ.
റിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.